ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. നാല് സിനിമകളുടെ അപ്ഡേറ്റുകൾ മാത്രമാണ് പറയാനുള്ളത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വീണ്ടും ക്യൂബ്സ് എന്റർടൈൻമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. ഈ കമന്റിൽ പല ആളുകളും ചോദിക്കുന്ന പോലെ എന്ത് ഇപ്പൊ വീണ്ടും ഒരു ഫസ്റ്റ് ലുക്ക് എന്നാണ് ചോദിക്കാനുള്ളത്. എന്നാൽ അതിനുള്ള മറുപടിയും കയ്യിലുണ്ട്. കാരണം അന്മാരി ഹൈപ്പാണ് സിനിമയ്ക്കുള്ളത്. ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും തേർഡ് ലുക്കും ഒക്കെ ഇനി ഇറക്കി വിട്ട് കഴിഞ്ഞാലും കാണാൻ ആളുണ്ട്, ചർച്ച ചെയ്യാൻ ആളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതോടെ വെച്ചിട്ടുള്ളത്. കാരണം മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന എമ്പുരാൻ അടക്കമുള്ള വലിയ സിനിമകൾ ഉണ്ടെങ്കിൽ പോലും അതിനോട് കിടപടക്കുന്ന രീതിയിൽ തന്നെ വൻ പ്രതീക്ഷയോടെ വൻ എക്സൈറ്റ്മെന്റോട് കൂടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റുള്ള സിനിമകൾക്ക് മുകളിൽ പോകുന്നത് പുള്ളിക്കാരൻ, എനിക്ക് തോന്നുന്നു ഈ യശും പ്രഭാസും ഒക്കെ ഒന്നുമല്ലാതെ ഇരുന്നൊരു സമയമുണ്ട്. ഈ ബാഹുബലി വരുന്ന വരെ എനിക്ക് പ്രഭാസിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. യശിനെ കുറിച്ച് KGF വരുന്നവരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോ യശ് അല്ലെങ്കിൽ KGF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. ബാഹുബലി എന്ന് പറഞ്ഞാൽ പ്രഭാസിനെ ഓർക്കാത്ത ഒരാളുണ്ടാവില്ല. ബാഹുബലിയുടെ മുഖം തന്നെ പ്രഭാസിന്റെയാണ്. അത്തരത്തിൽ ഹിറ്റ് അടിച്ചാൽ ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് പോകുന്ന ഒരു ഒരു വമ്പൻ സ്റ്റാറായി മാറാൻ സാധ്യതയുണ്ട് ഉണ്ണിമുകുന്ദൻ എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഒരു വലിയ ചാൻസ്. എന്ന് കരുതിയിട്ട് ഒരുപാട് ഹൈപ്പൊന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് ഭാഷകളിലുള്ള സിനിമകളിലും വൻ കഥാപാത്രങ്ങളെ ചെയ്യാൻ എന്തുകൊണ്ടും, പണ്ട് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ബാഹുബലിയോ ഏതോ ഒരു സിനിമയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. KGF ആണെന്ന് എനിക്കറിയില്ല, നായകൻ നിങ്ങൾ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ആരെ നായകനാക്കുമെന്ന് ചോദിച്ചപ്പോൾ പൃഥ്വി പറഞ്ഞത് ഉണ്ണിമുകുന്ദൻ എന്നാണ്. കാരണം ഫിസിക്കലി പുള്ളിക്ക് അതിനുള്ള ഒരു പവർ ഉണ്ട്. പിന്നെ അഭിനയിക്കാനും ആള് മോശമൊന്നുമല്ല. ഇത്തരം കഥാപാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് വന്നാൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പൊളിക്കുന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മാർക്കോക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫാൻമെയ്ഡ് ആയിട്ടൊക്കെ ഈ രീതിയിലുള്ള പല സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ചോറിൽ കുളിച്ചിരിക്കുന്ന ഉണ്ണിമുകുന്ദൻ മമൻ, ഒരു കത്തിയിൽ വരെ ചോര, അതാ മറ്റേ അടിച്ചിട്ട് ഇങ്ങനെ ജോൺ വിക്ക് ഉണ്ടല്ലോ, കത്തി അടിച്ചിട്ട് കീറുന്ന സാധനം, അത്തരത്തിലുള്ള ഒരു സാധനമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും വൻ സാധനം. അതിനപ്പുറത്തേക്ക് ഒന്നും അതിലേക്ക് പറയാനില്ല. മറ്റ് അപ്ഡേറ്റുകൾ വരട്ടെ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്കും ചോദിക്കാണ്ട്, എവിടെ ട്രെയിലർ ഒന്ന് ഇറക്കി ഇവിടെ അണ്ണാ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പക്ഷെ ട്രെയിലർ ഉണ്ടാവില്ല എന്ന രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും കൺഫർമേഷൻ ഒന്നും വരാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നില്ല. നെക്സ്റ്റ്, അനിമൽ. ഒരുപക്ഷെ ഈ മിക്സഡ് റിവ്യൂ ആണെങ്കിലും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അനിമൽ. ലോജിക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ വൻ വയലൻസിനോട് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു സിനിമ. അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അനിമൽ പാർക്ക് എന്ന് പറയുന്നതിന്റെ സെക്കൻഡ് പാർട്ട് വരും എന്നുള്ളത് ആദ്യമേ സ്ഥിരീകരിച്ച കാര്യമാണ്. എന്നാൽ ഇപ്പോ സംവിധായകൻ അനിമലിന്റെ 3ാം ഭാഗം ഉണ്ടാകും എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പം എന്താ വെച്ചാൽ എന്ന് ഇത് ഷൂട്ടിംഗ് ആരംഭിക്കും, എന്ന് റിലീസിനെത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം 2027 അനിമൽ പാർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ 2ാം ഭാഗം തന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പൊ ഷൂട്ടിംഗ് തുടങ്ങി ഒരു വർഷം ഷൂട്ടിംഗ് കഴിഞ്ഞ് 2028 ചിലപ്പോൾ സിനിമ കിട്ടുക. അതും കഴിഞ്ഞ് പിന്നെ ഇതിന്റെ ഷൂട്ടിൽ 2029 തുടങ്ങിയാൽ പോലും 2030 നമുക്ക് കിട്ടുക. പിന്നെ ഓരോ വർഷം കൂടുന്നതും 2031, 32 പറഞ്ഞ് നീണ്ടു പോകും. സോ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കാണാം. സോ അനിമൽ 3 എന്തായാലും ഉണ്ട് എന്നുള്ളതാണ് കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ്. അടുത്തത്, ഞാൻ ഈ പറഞ്ഞ പോലെ മലയാളത്തിന് ഒരുപാട് സിനിമകൾ വരാനുണ്ടെങ്കിലും ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഇതിന്റെ നോവൽ വായിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് താല്പര്യം തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഡബിൾ മോഹനും ഗുരുവും തമ്മിലുള്ള യുദ്ധം പറയുന്ന സിനിമ. സച്ചി സിനിമയാക്കാൻ ആഗ്രഹിച്ച സിനിമയായിരുന്നു. പക്ഷെ സച്ചി പിന്നീട് മരണപ്പെട്ടു പോയി. അതിനുശേഷം വീണ്ടും ഇവരതിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. എന്നാൽ ഷൂട്ടിങ്ങിനിടയിൽ പൃഥ്വിരാജിന്റെ കാലിന് പറ്റിയൊരു പരിക്ക് കാരണം മാറ്റിവെച്ച സിനിമ ഇപ്പൊ വീണ്ടും തുടർന്നും ഇതിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ അതിന്റെ ലൊക്കേഷനൊക്കെ വരുന്നത് 50 ദിവസത്തെ ഷൂട്ടാണ് ഇനി ബാക്കിയുള്ളത്. വിലായത്ത് ബുദ്ധ അത് എഴുതിയിരിക്കുന്ന നോവൽ വായിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരുപാട് മൊമെന്റിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. നല്ല തമാശയായിട്ട് പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്, നല്ല ഹൈ മൊമെന്റ്സ് ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് പോകുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. എന്തായാലും ഡബിൾ മോഹൻ എന്ന് പറഞ്ഞ ചന്ദനക്കടത്തുകാരനും അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള മാഷും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് ഒരു എല്ലാം തികഞ്ഞ ഒരു ചന്ദനമരം. ആ ചന്ദനമരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ആക്ച്വലി ഈ ഒരു നോവൽ പങ്കുവെക്കുന്നത്. അത് സിനിമയായിട്ട് വരുമ്പോൾ എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എനിക്ക് തോന്നുന്നു നോവലിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കാനാണ് സാധ്യത. കാരണം ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്കായിട്ടും അല്ലാതെ ഇതിന്റെ പല ഫോട്ടോസൊക്കെ വരുമ്പോഴും നമുക്ക് പൃഥ്വിരാജിന്റെ ആ ഡീഗ്ലാം ചെയ്തിട്ടുള്ള ലുക്കൊക്കെ
ഭയങ്കര മനോഹരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ചന്ദനക്കടത്തുകാരന്റെ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീപ്പും മറ്റു സംഭവങ്ങളും കാടും എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ സിനിമ. ഒരു നോവൽ വായിച്ചുകൊണ്ടുള്ള എക്സൈറ്റ്മെന്റ് ആയിരിക്കാം. ആ സിനിമ എന്താവും, എങ്ങനെ വരും എന്ന് അറിയാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ആ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ബറോസ്. ബറോസ് 2D വരും എന്നുള്ളൊരു വാർത്ത കേട്ടിരുന്നത്. വെർച്വൽ 3D ആണ് ചെയ്യുന്നത്. 3D ഇഫക്റ്റ് ആണ് ഇതിന്റെ മെയിൻ ഘടകം എന്ന രീതിയിലൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും 2D വരും എന്നുള്ള രീതിയിലൊരു വാർത്ത കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് ബറോസ് 2D ഉണ്ടാവില്ല എന്നുള്ളതാണ്. ശ്രീധരൻ പിള്ള, ഇതിന്റെ ഏതൊരു അനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീധരൻ പിള്ളയാണ് ഇത് പുറത്തു വിട്ടുള്ളത്. എക്സിലൂടെയാണ് പങ്കുവെച്ചിട്ടുള്ളത്. എന്തായാലും 3D മാത്രമേ സിനിമയ്ക്ക് ഉണ്ടാവുള്ളൂ. 2D അവർ പുറത്തു വിടാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതൊരു പക്ഷെ OTT വരുമ്പോൾ മാത്രമേ വരുള്ളൂ. തിയേറ്ററിൽ 3D മാത്രമേ ഇറങ്ങുള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ബാറോസിനെ കുറിച്ച് വൻ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കുറഞ്ഞ പക്ഷം ഇതൊരു മായാജാലം തീർക്കുന്ന രീതിയിലൊക്കെ ഫാസിൽ, ഡയറക്ടർ ഫാസിൽ, ഫാഫയുടെ അച്ഛൻ ബാപ്പ, പുള്ളിക്കാരൻ അറിയാലോ ഇതിന്റെ ഡേറ്റ്, അത് റിലീസ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ച സമയത്ത് അത് December 25 പടം വരും എന്ന് പ്രഖ്യാപിച്ചത് ഫാസിലായിരുന്നു. ആ സമയത്ത് ഒരു 4 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വലിയ തള്ളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തള്ളു ഞാൻ പറയണത് ഇത് വലിയ ഹൈപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അതിനെ തള്ളായിട്ട് തന്നെ കാണുക. കാരണം സിനിമ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയുന്ന വേണം. എന്താ വെച്ചാൽ പ്രേക്ഷകന്റെ മൈൻഡ് ഓരോ രീതിയിലാണ്. നമ്മളിപ്പോൾ ഹോളിവുഡ് ടൈപ്പിലൊരു പടം വന്നു വെച്ചിട്ട് അതെല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഉദാഹരണം പറയുന്നത് രണം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എന്നാൽ രണം അന്ന് വൻ ഫ്ലോപ്പ് ആയിരുന്നു. ഒട്ടും ഒരാളുകൾക്കും ഇഷ്ടപ്പെടാത്ത ഒരു സാധനമായിരുന്നു. ഇത് വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണ്. ആ ഫൈറ്റിന് പോകുന്ന ഒരൊറ്റ രംഗം മാത്രമാണ് പല ആൾക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് എന്റെ മേക്കിങ്ങും സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ഫാന്റസി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞു വരുന്ന സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ആളാണ്. ആനിമേഷൻ സിനിമകൾ എപ്പോഴും എടുത്ത് കാണുന്ന ഒരു ആളാണ്. സോ അത്തരത്തിൽ ഇപ്പൊ ടാങ്കിൾഡ്, അതുപോലെ എത്രയോ സിനിമകൾ, എനിക്ക് ആ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, ഫസ്റ്റ് ഇൻ ബൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയൊക്കെ അതൊക്കെ ഭയങ്കര രസമുള്ള സിനിമകളാണ്. അതുപോലെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ തുടങ്ങിയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. മാത്രമല്ല അത്തരത്തിൽ ഫുൾ ആനിമേറ്റഡ് അല്ലാത്ത ഫാന്റസി സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ എനിക്കിത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല. ഇനി നമ്മളും അത്തരത്തിലുള്ള ഹോളിവുഡ് സിനിമകൾ ഒരുപാട് കണ്ട് ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോയി കണ്ടിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഫാസിൽ 4 മിനിറ്റ് നേരം പറഞ്ഞ് തള്ളാണ് എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ പുള്ളിക്കാരൻ കണ്ട് ഇഷ്ടപ്പെട്ട് വളരെ ആകാംക്ഷയോട് കൂടി സംസാരിച്ചതും ആകാം, ഒന്നും അറിയില്ല. എന്തായാലും 3D ആണ് സിനിമ വരുന്നത്. നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2D കണ്ടിട്ട് പല ആളുകളും 3D ഇഫക്റ്റ് കിട്ടാതെ അങ്ങനെ ഒരു കുറ്റം പറച്ചില്ല ഇതിന് വേണ്ട. വെർച്വൽ 3D അത്രയും കഷ്ടപ്പെട്ട് ഇവർ 3Dയിൽ പണിയെടുത്തിട്ട് അത് 3D തന്നെ എല്ലാവരും കാണുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ